ചൈന വീഴുമ്പോൾ ഇന്ത്യ വാഴുമോ? ലോകത്തിന്റെ എക്കണോമിക് മാപ്പ് തന്നെ മാറുകയാണ്. അപ്പോൾ നിങ്ങളുടെ പണത്തിന്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക്, ഇതിന് നമ്മുടെ എല്ലാം ഭാവിക്ക് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിന്റെ എക്കണോമിക് എഞ്ചിൻ എന്ന് പേരെടുത്ത ചൈന ഇന്ന് ചെറുതായിട്ടൊന്ന് കിതയ്ക്കുകയാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. ഈ കിതപ്പ് ഇന്ത്യക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ, അതോ നമ്മൾ കരുതിയിരിക്കേണ്ട പുതിയ പ്രതിസന്ധിയുടെ തുടക്കമാണോ? ചൈനയുടെ ഫിനാൻഷ്യൽ പ്രഷറിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും അത് ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നുവെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. എന്താണ് ചൈനയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ചൈനയിലെ ഇപ്പോഴത്തെ എക്കണോമിക് ക്രൈസിസ് ഒരു ടെമ്പററി പ്രതിഭാസമല്ല, മറിച്ച് അവരുടെ എക്കണോമിക് സ്ട്രക്ചറിൽ വരുന്ന വലിയ മാറ്റങ്ങളുടെ ഭാഗമാണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ എക്കണോമി ഇപ്പോൾ ഒരു വിചിത്രമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഡിഫ്ലക്ഷൻ അഥവാ പണച്ചുരുക്കം, അതായത് സാധനങ്ങളുടെയും സർവീസുകളുടെയും വില തുടർച്ചയായിട്ട് കുറയുന്നു. ഇത് കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നാമെങ്കിലും ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗ്രോത്ത് നിൽക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ഒരു തകർച്ചയ്ക്ക് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ചൈനയിലെ ഡൊമസ്റ്റിക് കൺസംഷൻസ്, അതായത് ആഭ്യന്തര ഉപഭോഗം വൻതോതിൽ കുറഞ്ഞു എന്നുള്ളതാണ്. ആളുകൾ പണം ചെലവഴിക്കാൻ മടിക്കുന്നു. ഇത് പ്രൊഡക്ഷനെയും ഇൻഡസ്ട്രിയെയും ബാധിക്കുന്നു. രണ്ടാമത്, ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് സെക്ടർ തകർന്നടിയുന്നു. ഭീമൻ കെട്ടിടങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ നട്ടെല്ലൊടിക്കുന്നതിന് തുല്യമായിട്ട് ഈ ഒരു പ്രതിഭാസം മാറുന്നു. അതുപോലെ തന്നെ മൂന്നാമതായിട്ട്, വേൾഡ് ഫാക്ടറി എന്ന് പേരെടുത്ത ചൈനയുടെ എക്സ്പോർട്ടിൽ വലിയ ഇടിവ് സംഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസങ്ങളിലെ കണക്കുകൾ പ്രകാരം ചൈനയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ലാഭം കുത്തനെ കുറഞ്ഞു എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പഴയതുപോലെ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രമുഖ ഫൈനാൻഷ്യൽ ഏജൻസികളുടെ പ്രഡിക്ഷൻ അനുസരിച്ച് ചൈനയുടെ എക്കണോമിക് ഗ്രോത്ത് വരും വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞേക്കും. പതിറ്റാണ്ടുകളായിട്ട് കുതിച്ചു പാഞ്ഞ ചൈനീസ് ഡ്രാഗൺ ഇപ്പോൾ ശരിക്കും ക്ഷീണിച്ചിരിക്കുന്നു എന്ന് സാരം. അപ്പോൾ ഇത് ഇന്ത്യയെ എങ്ങനെ നേരിട്ട് ബാധിക്കും? മറ്റ് ത്രെട്ടുകൾ എന്തൊക്കെയാണ്? ഇതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. ചൈന നമ്മുടെ ഏറ്റവും വലിയ അയൽരാജ്യവും പ്രധാന ട്രേഡിംഗ് പാർട്ണറുമാണ്. ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ ചലനവും നമ്മളെ ബാധിക്കുകയും ഇതിൽ അവസരങ്ങൾ മാത്രമല്ല ത്രെട്ടുകളും ഉണ്ടാവും. ഒന്നാമത്തെ ത്രെട്ട്, ചൈനീസ് പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയാണ്. സ്വന്തം രാജ്യത്ത് വിറ്റഴിക്കാൻ കഴിയാതെ വരുമ്പോൾ ചൈനീസ് കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് ആ പ്രോഡക്റ്റുകൾ ഇന്ത്യ പോലെയുള്ള വലിയ മാർക്കറ്റുകളിലേക്ക് ഡംപ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം മാനുഫാക്ചേഴ്സിന് വലിയൊരു ചലഞ്ചായി മാറിയേക്കും. വില കുറഞ്ഞ ചൈനീസ് പ്രോഡക്റ്റുകളോട് മത്സരിക്കാൻ കഴിയാതെ വന്നാൽ അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തൊഴിലവസരങ്ങളെയും വരെ പ്രതികൂലമായി ബാധിച്ചേക്കാം. രണ്ടാമതായിട്ട്, കറൻസിയിലെ ഫ്ലക്ച്വേഷൻസ്. ചൈനയുടെ എക്കണോമിക് അൺസർട്ടനിറ്റി അവരുടെ കറൻസി ആയിട്ടുള്ള യുവാന്റെ മൂല്യത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇത് ഇന്ത്യൻ രൂപയുടെ എക്സ്ചേഞ്ച് റേറ്റിനെയും ബാധിക്കും. അതുവഴി അത് നമ്മുടെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ബാധിക്കും എന്നുകൂടി ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ 90 രൂപയ്ക്ക് മുകളിലാണ് ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക്. അപ്പോൾ അതും കാര്യമായിട്ട് ഇന്ത്യക്ക് പ്രതികൂലമായി ബാധിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയേക്കാം. മൂന്നാമത്തെ കാര്യം, ഗ്ലോബൽ മാർക്കറ്റിലെ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ്. ചൈനയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞതോടെ ആഗോളതലത്തിൽ റോ മെറ്റീരിയൽസിനുള്ള ഡിമാൻഡ് കുറഞ്ഞു. ഇത് റോ മെറ്റീരിയൽസ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടിയാണ്. അതേസമയം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് താൽക്കാലികമായിട്ട് ഗുണം ചെയ്തേക്കുമെങ്കിലും ഇതൊരു ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൌണിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. അതേസമയം പ്രതിസന്ധിയിലെ അവസരങ്ങൾ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാനാകുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒരു കോയിന് 2 സൈഡ് ഉള്ളതുപോലെ ചൈനയുടെ ഈ പ്രതിസന്ധി ഇന്ത്യക്ക് ചില വലിയ ഓപ്പർച്യൂണിറ്റികളും തുറന്നു തരുന്നുണ്ട്. ലോകം ഇപ്പോൾ ചൈന +1 എന്നൊരു പുതിയ പോളിസിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചൈന +1 എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്ലോബൽ കമ്പനികൾ അവരുടെ പ്രൊഡക്ഷനെ ചൈനയെ മാത്രം ആശ്രയിക്കുന്നതിലെ റിസ്കിനെ തിരിച്ചറിയുകയും അതിനാൽ അവർക്ക് ചൈനയ്ക്ക് പുറമെ മറ്റൊരു രാജ്യത്ത് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത്. ചൈനയിലെ എക്കണോമിക് പൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങൾ കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സുരക്ഷിതമായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് തേടുകയാണ്. ഇന്ത്യയുടെ സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തും വലിയ ഡൊമസ്റ്റിക് മാർക്കറ്റും അവരെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഇന്ത്യയിലേക്ക് വരുന്ന ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിൽ FDIയിൽ വലിയ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജി, മാനുഫാക്ചറിംഗ്, സർവീസ് സെക്ടറുകളിൽ ഈ വലിയ മാറ്റം ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമായേക്കാം. ഗ്ലോബൽ കമ്പനികൾ അവരുടെ ഫാക്ടറികളും ഓഫീസുകളും ഇന്ത്യയിലേക്ക് മാറ്റാൻ തുടങ്ങിയാൽ അത് ഇവിടെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കും. ഇന്ത്യയെ ലോകത്തിന്റെ പുതിയ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇത് കാണുന്നത്. ഇനി മാറുന്ന ലോകവും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് നീക്കങ്ങളും. ഈ എക്കണോമിക് മാറ്റങ്ങൾക്കിടയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2025 അമേരിക്കയും ചൈനയും തമ്മിൽ വീണ്ടും ഒരു ട്രേഡ് വാർ രൂക്ഷമായിട്ട് ഉണ്ടാവുകയും ചെയ്തു. ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾക്ക് മേൽ അമേരിക്ക വലിയ താരിഫ് ഏർപ്പെടുത്തി. എന്നാൽ ഇതേ സമയം ഇന്ത്യയിൽ നിന്നുള്ള ചില പ്രോഡക്റ്റുകൾക്കും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ തീരുവകൾ വരികയുണ്ടായി. അതുപോലെയുള്ള ചാലഞ്ചുകൾ നേരിടേണ്ടി വരുമ്പോൾ ഇത് ഇന്ത്യയെ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ
ഇന്ത്യ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കൻ താരിഫുകൾ ഒരു ചലഞ്ച് ആയപ്പോൾ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന നിലയിൽ ഇന്ത്യ ചില ആവശ്യങ്ങൾക്കായിട്ട് ചൈനയുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി. ഇതൊരു പെർമനന്റ് ഫ്രണ്ട്ഷിപ്പായിട്ട് കാണേണ്ടതില്ല, മറിച്ച് നിലവിലെ എക്കണോമിക് ചലഞ്ചുകളെ അതിജീവിക്കാനുള്ള ഒരു സ്ട്രാറ്റജിക് മൂവ് മാത്രമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇതിന്റെ റിസൾട്ട് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്ക് അത്യാവശ്യമായിട്ടുള്ള രാസവളങ്ങൾ, റെയർ എർത്ത് മെറ്റലുകൾ തുടങ്ങിയവയുടെ കാര്യങ്ങളിൽ ചൈനയിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാൻ ഇതിന് കാരണമായിട്ടുണ്ട്. അതേസമയം ചൈനയിലെ പ്രമുഖ കമ്പനികൾ അവരുടെ നഷ്ടസാധ്യതകൾ കുറയ്ക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഏതൊക്കെ സെക്ടറുകൾക്കാണ് ഈ ഒരു യഥാർത്ഥ നേട്ടം ലഭിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിലും ജോലി അന്വേഷിക്കുന്നവർ എന്ന നിലയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക സെക്ടറുകളുണ്ട്. ഈ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് മാനുഫാക്ചറിംഗ് സെക്ടറാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചൈന +1 പോളിസി കാരണം കെമിക്കൽസ്, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ഇൻഡസ്ട്രീസിന് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതകളുണ്ട്. ഗ്ലോബൽ ബ്രാൻഡുകൾ ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് ഈ ഒരു സെക്ടറിന് പ്രത്യേക ഉണർവ് നൽകിയത്. രണ്ടാമതായിട്ട് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. കോവിഡിന് ശേഷം മരുന്നുകൾക്കും അവയുടെ റോ മെറ്റീരിയൽസിനും ചൈനയെ ആശ്രയിക്കുന്നതിലെ അപകടം ലോകം തിരിച്ചറിഞ്ഞതാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു അവസരം മുതലെടുക്കാൻ ഇന്ത്യയുടെ ഫാർമ കമ്പനികൾക്ക് സാധിച്ചേക്കും. ഫാർമസി ഓഫ് ദി വേൾഡ് എന്ന പേര് കൂടി ഉറപ്പിക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു വളരെ നല്ല അവസരമാണ്. മൂന്നാമതായിട്ട് ടെക്നോളജി. അമേരിക്കൻ കമ്പനികൾ ചൈനീസ് ടെക്നോളജിക്ക് ഒരു ആൾട്ടർനേറ്റീവ് തേടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള IT സോഫ്റ്റ്വെയർ സർവീസുകളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തായിട്ട് ചലഞ്ചുകളും യാഥാർത്ഥ്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചൈനയുടെ വീഴ്ച ഇന്ത്യക്ക് ഓപ്പർച്യൂണിറ്റികൾ നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ മുന്നിലുള്ള വഴി അത്ര എളുപ്പമുള്ളതല്ല. ഇന്ത്യ ഇപ്പോഴും ചൈനയുമായിട്ട് വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ്, അതായത് വ്യാപാര കമ്മി നേരിടുന്നുണ്ട്. നമ്മൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ അധികം അവിടെ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ചൈനീസ് മാർക്കറ്റിൽ പ്രവേശിക്കാൻ നമ്മുടെ കമ്പനികൾക്ക് നിരവധി തടസ്സങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ചൈനയുമായിട്ടുള്ള ഇപ്പോഴത്തെ സഹകരണം ടെമ്പററിയും അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കുമാണ്. ലോങ് ടൈമിൽ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഇന്ത്യക്ക് പ്രധാനമായിട്ടുണ്ടാവുക. അതിനാൽ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ നമ്മുടെ എക്കണോമിയെ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ പ്രോഡക്റ്റുകളോട് മത്സരിക്കാൻ നമ്മുടെ കമ്പനികളുടെ ക്വാളിറ്റിയും ഇന്നോവേഷനും വർദ്ധിപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത്രയുമാണ് ചൈനയുമായിട്ടുള്ള ഈ ഒരു വ്യാപാര കരാറുകളും അവസരങ്ങളെയും പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ചൈനയുടെ എക്കണോമിക് ക്രൈസിസ് ഇന്ത്യക്ക് മുന്നിൽ 2 അവസരങ്ങളാണ് ഒരേപോലെ തുറന്നു വെക്കുന്നത്. ഒരു വശത്ത് വില കുറഞ്ഞ ചൈനീസ് പ്രോഡക്റ്റുകളും ഇമ്പോർട്ടും ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൌണും ഒരു ത്രെട്ടായിട്ട് നിലനിൽക്കുന്നു. മറുവശത്ത് മാനുഫാക്ചറിംഗ് സെക്ടറിനെ ശക്തിപ്പെടുത്താനും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനും ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനുമുള്ള ഒരു ഹിസ്റ്റോറിക് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു അവസരം ഇന്ത്യ എത്രത്തോളം സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ എക്കണോമിക് ഫ്യൂച്ചർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ചൈനയുടെ ഈ മാറ്റങ്ങൾ ഇന്ത്യക്ക് നേട്ടമാകുമോ അല്ലെങ്കിൽ കോട്ടമാകുമോ? നിങ്ങളുടെ വിലയേറിയ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയുവാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.